ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യ യുദ്ധക്കളമാകുമെന്നൊക്കെ വലിയ രീതിയിൽ വാർത്തകൾ വന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇറാനിൽ കയറി അദ്ദേഹത്തെ വധിച്ചതോടെ ഇറാൻ ആകെ വെട്ടിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേലിനെതിരെ ഇറാന്റെ പരമോന്നത നേതാവ് അയതൊള്ള ഖമേനിക്ക് ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഇറാന്റെ ഭീഷണി അത്ര നിസ്സാരമായി തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഇന്ന് ലോകത്ത് ആണവായുധ ശേഖരമുള്ള രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവർ. സേനാബലത്തിൽ പിന്നിലാണെങ്കിലും അവരുടെ പക്കലുള്ള ആയുധ ശേഖരത്തിൻ്റെ വിവരങ്ങൾ അമേരിക്കയ്ക്ക് പോലും അളക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇറാനെതിരെ നേരിട്ടൊരു ആക്രമണത്തിന് അമേരിക്ക ഇതുവരെ മുതിരാത്തത്. മാത്രമല്ല, ഇറാൻ തങ്ങളുടെ സൈന്യത്തെ നേരിട്ടിറക്കിയുള്ള ഒരു യുദ്ധമല്ല ഇസ്രയേലിനെതിരെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയുമൊക്കെ കൂട്ടുപിടിച്ച് ഒരു അറബ് സഖ്യം രൂപീകരിച്ചുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രെയിൻ മാസ്റ്റർ നേതാവായിരുന്ന ഫുആദ് ഷുക്കൂറിനെ വധിച്ചത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഇറാൻ സഖ്യം രൂപീകരിച്ചിട്ടും സംയുക്ത ഓപ്പറേഷൻ പ്രഖ്യാപിക്കും മുമ്പേ ഹിസ്ബുള്ള പണി തുടങ്ങിയത്. ലെബനൻ അതിർത്തിയിൽ നിന്ന് കഴിഞ്ഞ രാത്രിയിലും ടെൽ അവീവിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായതായി പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല എടുത്തു പറയേണ്ടത്. സാധാരണ 7 അയലത്ത് കൂടി ആരെങ്കിലും പോയാൽ മതി ഇസ്രയേൽ തങ്ങളുടെ ആയുധശേഖരവുമായി മുന്നിട്ടിറങ്ങി ആദ്യം തന്നെ വെടിപൊട്ടിക്കുന്നവരാണ്. ഇപ്പോൾ എന്തുപറ്റിയോ ഇറാന്റെ ഭീഷണി വന്നതിന് ശേഷം ഇസ്രയേൽ അനങ്ങിയിട്ടില്ല. തിരിച്ചടിക്കുമെന്നൊക്കെ നെതന്യാഹുവും വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രശ്നം ഭീഷണിയായി തന്നെ കടന്നു പോവുകയാണ്. സ്വന്തം രാജ്യത്തിനകത്തുനിന്ന് തന്നെ പ്രശ്നം തീർക്കാൻ നെതന്യാഹുവിനുണ്ടാകുന്ന സമ്മർദ്ദമാണോ ഈ മൗനത്തിന് പിന്നിലെന്ന് സംശയിച്ചാലും തെറ്റില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇസ്രയേലിനെ ഇറാൻ ഉടൻ ആക്രമിച്ചേക്കുമെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ മുന്നറിയിപ്പിന് പിന്നാലെ നെതന്യാഹുവിനെതിരെ കടുത്ത വിമർശനവുമായി മുൻ പ്രധാനമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ യായിർ ലാപിഡ് രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങൾക്ക് നേരെ ബോംബ് വർഷിക്കുന്നത് 5 ദിവസമായി രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനമോ സർക്കാരോ ഇവിടെ ഇല്ലെന്നും ലാപിഡ് പറയുന്നുണ്ട്. അതിനിടെയാണ് സൗഹൃദ രാഷ്ട്രങ്ങൾ തങ്ങളുടെ ഒപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥനയുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് രംഗത്തെത്തിയത്. ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗൈഡോ ക്രോസൈറ്റുമായി നടത്തിയ സംഭാഷണത്തിന് ശേഷമാണ് ഗാലന്റിന്റെ ഈ അഭ്യർത്ഥന വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇറാന്റെ മുന്നിൽ ഇസ്രയേലിന് മുട്ടുവിറയ്ക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാലും തെറ്റു പറയാനാവില്ല.